വിഷു ഒക്കെ ആയിട്ടും ഞാനൊരു കല്യാണ വീഡിയോ കൊണ്ടുവന്നത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും കേട്ടോ. ശരിയാണ്, വിഷു ആയിട്ടും ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നല്ല കേട്ടോ, ഇന്നലെ, അതായത് ചെറിയ വിഷുവിൻ്റെ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അതും കല്യാണ ചെക്കൻ എന്ന് പറയുന്നത് മാമൻ്റെ മോനാണ്, നമ്മുടെ കസിൻ ബ്രദറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ. ഞാനിത് ഇടണ്ടാന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ എന്തായാലും എടുത്ത് വെച്ചല്ലേ വിചാരിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഈ കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും വീഡിയോസും മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത്. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ പാളയത്ത് പോയി പച്ചക്കറികൾ അതുപോലെ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നട്ടപ്പൊരു വെയിലായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പോയിട്ട് സാധനം വാങ്ങാൻ പോലുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നട്ടുച്ചയ്ക്കായിരുന്നു ഞങ്ങൾ അതായത് പച്ചക്കറിയും എന്താ പറയുക കണി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു, നല്ല പൊള്ളുന്ന വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കണി വെക്കാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി, പച്ചക്കറിയൊക്കെ പിന്നെ എപ്പോഴേലും വാങ്ങാമെന്ന് വിചാരിച്ച് വേഗം അവിടുന്ന് സ്കൂട്ടായിട്ടോ. കാരണം അത്രയും വെയിലായിരുന്നു, പൊള്ളുന്ന വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും എന്തിനോടും ഫുഡ് കഴിക്കാനോടും. അതൊക്കെ ഞാൻ ചെറിയ ക്ലിപ്പായിട്ട് ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഫുഡ് കഴിച്ച് കുറേ കാലത്തിന് ശേഷം ഒരു സദ്യ കഴിക്കാൻ കേട്ടോ. അതും നല്ല അമ്പലത്തിലെ സദ്യ എന്നൊക്കെ അമ്പലത്തിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം 2 തരം പായസമൊക്കെ ആയിരുന്നു, നല്ല സൂപ്പർ സദ്യയായിരുന്നു. അപ്പം സദ്യ കഴിച്ച ക്ഷീണത്തിലാണ് ഞങ്ങൾ ഈ പർച്ചേസിന് പോയത്, ഈ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയത്. അപ്പം അതിൻ്റെ ക്ഷീണവും വെയിലിൻ്റെ ക്ഷീണവും എല്ലാം കൂടി നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. ഞാൻ എന്തായാലും ഉറപ്പിച്ചെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തി വെയിലും പിന്നെ ബ്ലോക്കും തിരക്കും എല്ലാം കൂടി ആയപ്പം ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഈ കല്യാണം മാത്രമേ ഈ വീഡിയോ ഉണ്ടാകത്തുള്ളൂ. അപ്പം ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞു. കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അധികം വൈകാതെ തന്നെ വിഷു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഞാൻ.